Hey, hello everyone, welcome back to my YouTube channel. Hope you all are doing great. ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ 3 days ബിഫോർ 1K ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ഇന്നും തുടർന്നുള്ള വീഡിയോസിൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് മാക്സിമം വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ 1K ആയതിൻ്റെ സന്തോഷത്തിൽ എൻ്റെ ഫ്രണ്ട് അയച്ചത് ഡ്രീം കേക്കാണിത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഓൾറെഡി ഒരു ഡ്രീം കേക്ക് ഫാനാണ് കേട്ടോ. ഡേയ്സായിട്ട് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഏർലി മോർണിംഗിൽ മുന്നേ എഴുന്നേൽക്കാറുണ്ടായിരുന്നു. പിന്നെ റെയിനി സീസണായിട്ട് ഇത്തിരി ലേസിയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 days ആയിട്ട് അതെല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എക്സസൈസും കാര്യങ്ങൾ ഇത്തിരി ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ വലിയ മെയിൻ്റെനൻസ് ഒന്നുമില്ല. അതിൻ്റെ ആവശ്യമൊന്നും എനിക്കങ്ങനെ ഇല്ല കേട്ടോ. ഞാൻ അത്ര ഫാറ്റായിട്ടുള്ള ആളൊന്നുമല്ല. പിന്നെ എത്ര ഫാറ്റ് സ്ലിം ആയാലും എക്സസൈസ് ഡെയിലി ചെയ്യാന്നുള്ളത് നമുക്ക് എക്സ്റ്റേണലി ഇൻറ്റേർണലി എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. മെയിൻ പരിപാടി അടുത്തെന്ന് പറയുന്നത് കാൻഡിൽസ് കത്തിച്ച് വെക്കാനുള്ളതാണ്. ഗുഡ് പീസ്ഫുൾ ഫ്രാഗ്രൻസ് എനിക്ക് മസ്റ്റാണ്. നല്ല സ്മെൽഡായിട്ടുള്ള കാൻഡിൽസൊക്കെ ഇപ്പോൾ ഏകദേശം തീരാനായിട്ടുണ്ട് കേട്ടോ. ആഫ്റ്റർ ദാറ്റ് ആണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഭയങ്കര സിമ്പിൾ ഹംബിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. മിക്ക ഡേയ്സിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. ആൻഡ് ഡാർക്ക് ഫാൻറ്റസി എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ കുറച്ച് പേര് കമൻ്റായിട്ട് ചോദിച്ചുള്ളൊരു കാര്യമാണ് വീഡിയോ എഡിറ്റിംഗ് ഒന്ന് ട്യൂട്ടോറിയലായിട്ട് ചെയ്യുമെന്ന്. ഇൻഷാല്ലാ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഇത്തിരി ടൈം എടുത്ത് ചെയ്യാനുള്ള ഒരു കാര്യമാണത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നത് ക്യൂക്കമ്പർ വാട്ടറാണ് കേട്ടോ. ഇത് നല്ലൊരു ഡ്രിങ്കാണ്, നല്ല ഹൈഡ്രേറ്റിംഗ് ഡ്രിങ്കാണ്. നമുക്ക് ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഞാൻ മെയിനായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിനിടയിലായിട്ടാണ് ഈ ഡ്രിങ്ക് കുടിക്കാറുള്ളത്. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത ഡേ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ടൈം എടുത്ത് ചെയ്യാതെ 3 minutes മാക്സിമം കൊടുക്കാട്ടോ. ഇപ്പോൾ ഒരു 10 minutes ഒക്കെ ഞാൻ എടുക്കാറുണ്ട്. ഓരോ ഡേയ്സ് കൂടുമ്പോൾ വർക്കൗട്ടിങ് ചെയ്യുന്ന ടൈം ഒന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അന്നത്തെ ഡേ എന്ന് പറയുന്നത് എനിക്ക് വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സിസ്റ്ററുടെ ന്യൂ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യായിരുന്നു +1. അപ്പം ഞാനായിരുന്നു അവളുടെ പാരൻ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ അവളുടെ ഔട്ട്ഫിറ്റാണ് ഇട്ടത്. അവൾ പുതിയ ബാഗും ഡ്രസ്സെല്ലാം ഇട്ട് പോകുമ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ +1 ഫസ്റ്റ് ഡേക്ക് ഓർമ്മ വന്നു കേട്ടോ. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി ഉള്ളതെന്ന് പറഞ്ഞത് അവളെ നമ്മൾ അഡ്മിഷൻ എടുത്ത സെയിം സ്കൂളിൽ തന്നെ ആയിരുന്നു ഞാൻ +1 +2 കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് അതെല്ലാം ഇന്നലെ കഴിഞ്ഞ പോലത്തെ ഒരു ഫീൽ ചെയ്തു. ടോട്ടലി അന്നത്തെ ഡേ എന്ന് പറയുന്നത് ഫുൾ ഓഫ് നൊസ്റ്റാൾജിയ വിത്ത് മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു. ഞാൻ എൻ്റെ ടീച്ചേഴ്സിനും സാർമാരൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അവരൊന്നും ഇപ്പോൾ അവിടെ ഇല്ലയെന്ന്. ഞാനിപ്പോൾ അവിടെ പഠിച്ചിറങ്ങിയിട്ട് ഒരു 5 years ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു SI ഓഫീസറുടെ ക്ലാസ് ആണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇൻഫോർമേറ്റീവ് ക്ലാസ് തന്നെയായിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ടുള്ള പാരൻസിന് ഒരു അവയർനെസ് രീതിയിലായിരുന്നു. നല്ല അടിപൊളി ക്ലാസ് തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ തലച്ചോറിന് തലച്ചോറിന് പരിമിതിയില്ല, ചിന്തയ്ക്ക് പരിമിതിയില്ല. ഇപ്പം ഞാനൊരു റെസിപ്പി ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ റീൽസ് തോണ്ടിയിരിക്കുന്ന ടൈമിൽ എൻ്റെ കണ്ണിൽ പെട്ടാണ് കേട്ടോ. നോർമൽ പാൻ കേക്കിനകത്ത് ഐസ്ക്രീം വെച്ചിട്ട് നല്ല കോമ്പിനേഷൻ എല്ലാം പറഞ്ഞിട്ടൊരു കൊറിയൻ ചാനലിലായിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ആൻഡ് ഫൈനലി നമ്മുടെ പാൻ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊരു ലവ് ഷേപ്പിലൊക്കെ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് നോക്കാം.
അതിനായിട്ട് ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിന്നീട് ഞാൻ 2 സെയിം ഷേപ്പിലായിട്ടുള്ള പാൻ കേക്ക് എടുത്തതിന് ശേഷം ഐസ്ക്രീം അതിനകത്ത് വെച്ചിട്ട് അങ്ങനെ കഴിച്ചു നോക്കാനായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഗതി എനിക്ക് അടിപൊളിയായിട്ടും തോന്നി, എനിക്കിഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. സാധാരണ നോർമലായിട്ട് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്, ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെ ആയിരുന്നു. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാത്തവരാണെങ്കിലും ചെയ്ത് നോക്കട്ടെ. ഇതിപ്പോൾ നൈറ്റായപ്പോൾ ഞാനൊരു ആർട്ട് വർക്ക് ചെയ്തെടുത്താണ് കേട്ടോ. ഇത് എനിക്കല്ല, വേറൊരാൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇതൊരു മിനി ബർത്ത്ഡേ കലണ്ടറാണ് കേട്ടോ. അതായത് നമ്മുടെ ബർത്ത്ഡേ ഡേ അതുപോലെ തന്നെ ഒരു മന്തും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു മിനി ആർട്ട് വർക്കാണ്. ഇത് നമുക്ക് ഫ്രെയിം ചെയ്യാനും കഴിയും കേട്ടോ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ ഓരോ വർക്കിന് പെർഫെക്ഷനും ഫിനിഷിങ്ങും കൊടുക്കുന്നത് നമ്മൾ ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഡിസൈനിങ്ങും കളർ കോമ്പിനേഷനും ഒക്കെയാണ്. എൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവാൻ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് ലൈക്കൊക്കെ ചെയ്യാനായിട്ട് മറന്നു പോകുന്നുണ്ട്. ആൻഡ് ഇതുപോലെ കോണ്ടൻസ് ഒക്കെ ഇഷ്ടമാവാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.